നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ പി ജയരാജന്റെ ആത്മകഥ വിവാദമാക്കിയതിന് പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചനയാണ്. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പി പോലും അറിയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ എഴുതി പിടിപ്പിച്ച് വിവാദമാക്കുകയായിരുന്നു. ഇതിലൂടെ സർക്കാരിനെ അങ്ങ് അട്ടിമറിക്കാമെന്നായിരുന്നു ധാരണ. ആരൊക്കെ എന്തൊക്കെ വിവാദം വലിച്ചിഴച്ചാലും സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കറിയാം. അതാണ് ചേലക്കരയിലെ ജനങ്ങൾ തെളിയിച്ചു തന്നത്. തികച്ചും ആസൂത്രിതമാണ് ആത്മകഥ എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് മറ്റുള്ളവർ വാർത്ത കൊടുത്തു. എന്നാൽ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത്? ഒരു വസ്തുതയുമില്ലാത്ത വാർത്ത സംസ്ഥാനത്തെ എല്ലാ മാധ്യമത്തിലും പ്രചരിപ്പിച്ചു, അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ. എഴുതി പൂർത്തിയാവാത്ത പുസ്തകത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് പ്രചരിപ്പിക്കുന്നത്? താൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ലെന്നും വളരെ അടുത്ത ബന്ധമുള്ള ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എഴുതിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നാണ് ജയരാജൻ പറയുന്നത്. എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മാധ്യമ പ്രവർത്തകൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആത്മകഥ ചോർന്നതിന് ഉത്തരവാദിത്തം DC ബുക്സിനാണ്. തനിക്കെതിരെ നടക്കുന്ന നീക്കം പാർട്ടിയെ തകർക്കാനാണ്. പുസ്തകത്തിന്റെ പകർപ്പവകാശം ആർക്കും നൽകിയിട്ടില്ല, ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല. സാധാരണ പ്രസാധകർ പാലിക്കേണ്ടതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതിൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശന വാർത്ത DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അറിയാതെ വന്നത് എങ്ങനെയാണ്? ആത്മകഥയുടെ PDF സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നത് സാധാരണഗതിയിൽ ഒരു പ്രസാധകൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. പുസ്തകത്തിന്റെ PDF പ്രചരിപ്പിച്ചാൽ അത് വിൽപ്പനയെ ബാധിക്കില്ലേ? ഇതൊരു ചോദ്യമാണല്ലോ. പ്രസാധക സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാമോ? തികച്ചും ആസൂത്രിതമാണിത്. DCയും മാതൃഭൂമിയും ഫോണിൽ ബന്ധപ്പെട്ടു. ഇവരോട് പൂർത്തിയാക്കിയ ശേഷം എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞ് പുസ്തക വിവാദത്തിൽ പബ്ലിക്കേഷൻ വിഭാഗം മാനേജർ AV ശ്രീകുമാറിനെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തിരുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ പി ജയരാജനുമായി കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് DC ബുക്സ് ഉടമ DC രവി പോലീസിന് നൽകിയ മൊഴി. ഇതിന് പിന്നാലെയായിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് DC പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്നും DC തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിശദീകരണവും നൽകിയിരുന്നു. എന്തായാലും സർക്കാരിനെതിരെ കളിക്കാനായി ആത്മകഥ എടുത്തു കളിച്ചവർ കുടുങ്ങിയത് തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ അക്കാര്യം കാത്തിരുന്ന് കാണാം.